എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നാഗപഞ്ചമിയാണ്. ഈ 9 നാളുകാരെ നാഗദൈവങ്ങൾ അനുഗ്രഹിക്കുന്നു. അതേപോലെ ഇവർക്ക് മഹാഭാഗ്യമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 9 നാളുകാരെന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അതിനു മുമ്പ് തന്നെ പറയാം, ഓഗസ്റ്റ് 9 തീയതി വെള്ളിയാഴ്ചയാണ് നാഗപഞ്ചമി. 2024 ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ചയാണ് നാഗപഞ്ചമി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണുന്നവരായാലും ഇത് ഫുള്ളായിട്ട് തന്നെ കാണുക കേട്ടോ. ആദ്യത്തെ നക്ഷത്രമാണ് ചിത്തിര. അപ്പോൾ ചിത്തിരയ്ക്ക് ഇതുവരെ ഒരുപാട് കഷ്ടകാലമായിരുന്നു. ജോലി സംബന്ധമായിട്ടും കുടുംബത്തിലായാലും സാമ്പത്തിക വിഷമതകളായാലും ആരോഗ്യമായിട്ടും ഒരുപാട് കഷ്ടങ്ങളായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ നാഗപഞ്ചമി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് നല്ലൊരു മാറ്റമാണ് ജീവിതത്തിൽ വരുന്നത്. ജോലിയുടെ കാര്യത്തിലായാലും പ്രൊമോഷൻ്റെ കാര്യത്തിലായാലും പൈസയുടെ കാര്യത്തിലായാലും ആരോഗ്യം, വിവാഹം, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പുതിയൊരു ജീവൻ തന്നെ കിട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ചിത്തിരക്കാർക്ക് ഉള്ളത്. അടുത്തതായി വിശാഖം തിളങ്ങും എന്ന് പറഞ്ഞ പോലെ തിളങ്ങുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. വിശാഖ നക്ഷത്രക്കാർ എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലും ശോഭിക്കും. എസ്പെഷ്യലി വിദ്യാർത്ഥികളായാലും പഠിക്കുന്നവരായാലും അതേപോലെ തന്നെ ജോലിയിലായാലും ഒരുപാട് തിളങ്ങും. അവരുടെ എല്ലാവരുടെയും മുന്നിലൊന്ന് നമുക്കൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെ പറയാം. അപ്പോൾ നല്ലൊരു കാലമാണ് വിശാഖം നക്ഷത്രക്കാർക്ക്. അടുത്തതായി അശ്വതി ഇനി പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇരുന്നോളൂ അശ്വതി നക്ഷത്രക്കാർ. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും, ഉറപ്പായിട്ടും നിങ്ങളെ തേടി തന്നെ എത്തും അത്. അപ്പോൾ ഒന്നുകൊണ്ടും അവർക്ക് ഒരു ടെൻഷനും ആവണ്ട. ഇവരെല്ലാം ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, നാഗപഞ്ചമി ദിവസം പറ്റുമെങ്കിൽ അടുത്തുള്ളൊരു നാഗക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നാഗപ്രതിഷ്ഠയിലൊരു ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നല്ലതായിരിക്കും. അത് പറ്റാത്തവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. ഇനി അടുത്ത നക്ഷത്രം പൂരം മഹാഭാഗ്യമാണ് പൂരം നക്ഷത്രക്കാർക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത മഹാഭാഗ്യം. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, എനിക്ക് ചിലപ്പോൾ അടുത്ത മാസം പ്രമോഷൻ കിട്ടും അങ്ങനെയൊക്കെ. പക്ഷേ ഇതൊന്നുമല്ല, നമ്മൾ എക്സ്പെക്റ്റ് തന്നെ ചെയ്യാത്ത ഒരു മഹാഭാഗ്യമാണ് പൂരം നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നമുക്ക് കാണാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ആയില്യം. പൊതുവേ നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഒരുപാട് ഉള്ള ഒരു നക്ഷത്രം തന്നെയാണ് ആയില്യംകാർക്കും ഇനി സർവ്വ ഐശ്വര്യകാലമാണ്. എല്ലാം കൊണ്ടും അവർക്ക് ഒരുപാട് നല്ലതാണ് വരുന്നത് എല്ലാ അർത്ഥത്തിലും. അതേപോലെ തന്നെ ഒരു സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്കും കുഞ്ഞുങ്ങളെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ നല്ലൊരു കാലമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. ഈ നാഗപഞ്ചമി കഴിഞ്ഞാൽ നല്ലൊരു കാലം തന്നെയാണ് അവർക്ക് വരുന്നത്. അതുകൊണ്ട് അവരും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കൂ. അടുത്തത് പൂരോരുട്ടാതിക്കാർ ഇനി കഷ്ടപ്പെടില്ല. നിങ്ങളുടെ വീട്ടിൽ പൂരോരുട്ടാതിക്കാർ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, അവർ നിങ്ങളെ സംരക്ഷിച്ചോളും. അതായത് അവരുടെ നക്ഷത്രം കൊണ്ടുള്ള മഹാഭാഗ്യം നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും സംരക്ഷിക്കും. ആ കണക്ക് നോക്കുകയാണെങ്കിൽ ഞാനും ഒരു ഭാഗ്യവതി തന്നെയാണ് എന്ന് പറയാം. കാരണം എൻ്റെ അമ്മ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പൂരോരുട്ടാതിയാണ്. ഓക്കെ, അപ്പോൾ പൂരോരുട്ടാതിക്കാർ ഇനി കഷ്ടപ്പെടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അവരുടെ കുടുംബവും, അവർ മാത്രമല്ല അവരുടെ കുടുംബവും. അതായത് അടുത്തത് രേവതി. കഷ്ടകാലം തീരുന്നു. രേവതിക്കും ഒരുപാട് കഷ്ടകാലം തന്നെയായിരുന്നു. മനപ്രയാസങ്ങളും അതേപോലെ തന്നെ കുറേ കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു രേവതിക്ക് കഷ്ടകാലം എല്ലാം തീരുന്നു. കഷ്ടകാലമെല്ലാം മാറി ഒരു നല്ലൊരു മനസ്സമാധാനം കിട്ടുന്ന, എല്ലാം കൊണ്ടും ഐശ്വര്യം വന്ന് നിറയുന്ന, അതിലുപരി ഈശ്വരാനുഗ്രഹം കൂടുന്ന ഒരു കാലഘട്ടമാണ് രേവതിക്ക്. ആ കാര്യത്തിലും ഞാൻ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ നക്ഷത്രവും രേവതി തന്നെയാണ്. ഓക്കെ, അടുത്തതായി ഉത്രാടത്തിന് നേട്ടം മാത്രമാണ്. അപ്പോൾ എവിടെ തൊട്ടതെല്ലാം പൊന്നാക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു നക്ഷത്രമായിരിക്കും ഉത്രാടം. ഈ നാഗപഞ്ചമി കഴിഞ്ഞു കഴിഞ്ഞാൽ നാഗദൈവങ്ങളുടെ അനുഗ്രഹം കോരിച്ചൊരിയുമെന്ന് പറയുന്ന പോലെ അത്രയും അവർക്ക് ഉണ്ടാവും. എല്ലാ അർത്ഥത്തിലും ഉത്രാടത്തിന് നേട്ടം മാത്രം ആയിരിക്കും. അപ്പോൾ ഒന്നുകൊണ്ടും ഉത്രാടം നക്ഷത്രക്കാരും ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, വിചാരിച്ചതെല്ലാം നടക്കും. ഇനി ഏറ്റവും കൂടുതൽ നേട്ടം, ഈ 9 നക്ഷത്രം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടാൻ പോകുന്ന ചതയ നക്ഷത്രമാണ് കേട്ടോ. ചതയ നക്ഷത്രത്തിന് പ്രതീക്ഷിച്ച കാര്യങ്ങളും അതേപോലെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും എല്ലാം കൊണ്ടും പോസിറ്റീവ് കാര്യങ്ങളും മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവർക്ക് നല്ലത് തന്നെയായിരിക്കും. പൈസയുടെ കാര്യത്തിലായാലും വിദേശ യാത്രയ്ക്കുള്ള യോഗമുണ്ട്. വിദേശത്ത് ജോലി തേടുന്നവർക്ക് അതിന് വളരെ അനുകൂലമായ സമയമാണ്. എല്ലാം കൊണ്ടും ചതയ നക്ഷത്രത്തിന് ഒന്ന് ലോട്ടറി അടിച്ച പോലെ തന്നെയാണ്. പിന്നെ അതേപോലെ ഇനി ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിൽ പോകാൻ പറ്റാത്തവരാണെങ്കിലും ആണെങ്കിലും നിങ്ങളുടെ പേരും നാളും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നാളെ നടക്കാൻ പോകുന്ന സ്പെഷ്യൽ പൂജയിൽ നിങ്ങളുടെ പേരും കൂടെ ഉൾപ്പെടുത്താം.
എല്ലാം അച്ഛനാണ് പൂജ ചെയ്യുന്നത് കേട്ടോ. അച്ഛനാണ് അമ്പലത്തിലുള്ളത്. അപ്പോൾ അച്ഛൻ പേരും നാളും എല്ലാം ഉൾപ്പെടുത്തി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ കഴിഞ്ഞായാലും ചെയ്യാം. നിങ്ങൾ പേരും നാളും എപ്പോഴായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.